ദൈവപുത്രൻ അവളുടെ കന്യോദരത്തിൽ പുതിയാദം ഭൗമിക പർദീസായിൽ പ്രവേശിച്ചാൽ എന്ന പോലെ ഇറങ്ങി വന്ന് അവിടെ ആനന്ദം കണ്ടെത്തി. അവളിൽ അവിടുന്ന് രഹസ്യമായി കൃപാവരങ്ങളുടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. മനുഷ്യനായി തീർന്ന ദൈവം മറിയത്തിന്റെ ഉദരത്തിൽ സ്വയം ബന്ധിയാകുന്നതിൽ സ്വാതന്ത്ര്യം കണ്ടെത്തി. അവിടുന്ന് വിനീതിയായ കന്യകയാൽ സംവഹിക്കാൻ അനുവദിച്ചുകൊണ്ട് തന്റെ സർവശക്തി പ്രകടമാക്കി. ഭൂമിയിലുള്ള സർവസൃഷ്ടിജാലങ്ങളിൽ നിന്നും തന്റെ പ്രതാപം മറച്ചുവെച്ച് അത് മറിയത്തിന് മാത്രം വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവിടുന്ന് തന്റെയും പിതാവിന്റെയും മഹത്വം സ്വാദിച്ചു. തന്റെ ഉത്ഭവത്തിലും ജനനത്തിലും ദേവാലയത്തിലെ സമർപ്പണത്തിലും 30 വർഷത്തെ രഹസ്യ ജീവിതത്തിലും തന്റെ മാധുര്യപൂർണയായ കന്യകാംബികയെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ സ്വാതന്ത്ര്യത്തെയും പ്രതാപത്തെയും മഹത്വീകരിച്ചു. അബ്രാഹാം ദൈവഹിതത്തിന് സമ്മതം മൂളിക്കൊണ്ട് പുത്രനായ ഇസഹാക്കിനെ ബലി ചെയ്തതുപോലെ യേശുവിന്റെ മരണവേളയിൽ മറിയം സന്നിഹിതയായി അവിടുത്തോടുകൂടി ഒരേ യാഗത്തിൽ പങ്കുചേർന്നു. നിത്യപിതാവിന് അവളും പുത്രനോടുകൂടെ ഒരേ ബലി അർപ്പിച്ചു. ഇപ്രകാരം പരിഹാരം അനുഷ്ഠിച്ച അവളാണ് അവിടുത്തെ വളർത്തുകയും പരിപോഷിപ്പിക്കുകയും അവിടുത്തേക്ക് ആലംബമരുളുകയും ഒടുവിൽ നമുക്കായി ബലി അർപ്പിക്കുകയും ചെയ്തത്. ഓ പ്രശംസനീയവും അഗ്രാഹ്യവുമായ ദൈവത്തിന്റെ ആശ്രയഭാവം! യേശുവിന്റെ രഹസ്യ ജീവിതത്തിലെ മിക്കവാറും എല്ലാം തന്നെ നമ്മിൽ നിന്ന് മറച്ചുവെച്ച പരിശുദ്ധാത്മാവ് മുകളിൽ പറഞ്ഞ ആശ്രയഭാവത്തെ സുവിശേഷങ്ങളിൽ പരാമർശിക്കാതിരുന്നില്ല. അവിടുന്ന് ചുരുങ്ങിയ പക്ഷ വെളിപാടുകൾ വഴിയെങ്കിലും അതിന്റെ ഔന്നത്യത്തിന്റെയും അനന്തമായ മഹത്വത്തിന്റെയും കുറച്ചു ഭാഗമെങ്കിലും നമ്മെ മനസ്സിലാക്കാം എന്ന് കരുതി കാണുമെന്ന് തോന്നുന്നു. മഹത്തായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവനും മാനസാന്തരപ്പെടുത്തിയാൽ എന്നതിനേക്കാൾ ഉപരിയായ മഹത്വം യേശുക്രിസ്തു മറിയത്തിന് വിധേയനായി 30 വർഷം ജീവിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് നൽകി. അവിടുത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ഏക മാതൃകയായ യേശുവിനെ പോലെ മറിയത്തിന് നാം സ്വയം വിധേയരാകുമ്പോൾ എത്ര അധികമായി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയില്ല. നമ്മുടെ കർത്താവിന്റെ തുടർന്നുള്ള ജീവിതം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മറിയം വഴി വേണം തന്റെ അത്ഭുതങ്ങൾ ആരംഭിക്കാൻ എന്നുള്ളതായിരുന്നു അവിടുത്തെ തിരുമനസ്സെന്ന് മനസ്സിലാകും. അവിടുന്ന് യോഹന്നാനെ തന്റെ അമ്മയായ എലിസബത്തിന്റെ ഉദരത്തിൽ വെച്ച് വിശുദ്ധീകരിച്ചു. പക്ഷെ അത് സംഭവിച്ചത് മറിയത്തിന്റെ മധുരമൊഴികൾ വഴിയാണ്. അവൾ സംസാരിച്ച് തീരും മുൻപേ യോഹന്നാൻ ശുദ്ധീകരിക്കപ്പെട്ടു. ഇതായിരുന്നു അവിടുത്തെ കൃപയുടെ തലത്തിലെ ആദ്യ അത്ഭുതം. കാനായിലെ കല്യാണത്തിൽ അവിടുന്ന് വെള്ളം വീഞ്ഞാക്കി. അതിന് കാരണം മറിയത്തിന്റെ വിനീതമായ പ്രാർത്ഥന മാത്രമാണ്. പ്രകൃതിയുടെ തലത്തിൽ അത്ഭുതം ഇതത്രേ. അവിടുന്ന് മറിയം വഴി അത്ഭുതങ്ങൾ ആരംഭിച്ചു. മറിയം വഴി അത് തുടർന്നു. കാലത്തിന്റെ അവസാനം വരെ മറിയം വഴി അത് തുടരുക തന്നെ ചെയ്യും.